ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മറിയം മരിച്ചാൽ നമുക്ക് പാപമോചനം കിട്ടുമോ? ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മറിയം മരിച്ചാൽ നമുക്ക് പാപമോചനം കിട്ടുകയില്ല. കാരണം മറിയം ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ രക്തത്തിന് ഒരിക്കലും മാനവവർഗത്തിന് പാപക്ഷമ നൽകാനുള്ള ശേഷിയില്ല. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ ചെമ്പരിയാടാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ മരണം കൂടാതെ നമുക്കാർക്കും പിതാവായ ദൈവത്തോട് രമ്യതപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള വസ്തുത നമ്മളാരും കണ്ടുപിടിച്ചതല്ല, പിതാവായ ദൈവം തീരുമാനിച്ചതാണ്. കാരണം പുത്രൻ്റെ മരണമല്ലാതെ പാപിയായ ഒരുവന് പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ മറ്റൊരു വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് നമ്മൾ ഏത് പുണ്യാളന്മാരെ കൂട്ടുപിടിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞാലും ഇതുകൊണ്ടൊന്നും നമുക്ക് പാപമോചനം കിട്ടുകയില്ല. ദൈവത്തോട് രമ്യതപ്പെടാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 തൊട്ട് വായിക്കുന്നു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. 9-ാം വാക്യം ശ്രദ്ധിക്കുക. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ, അതായത് യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. മറിയത്തിൻ്റെ ശുപാർശ വഴിയോ പൗലോസിൻ്റെ ശുപാർശ വഴിയോ പണ്ട് മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധൻ്റെ ശുപാർശ വഴിയോ നമുക്ക് നീതീകരണമോ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിയുകയില്ല. എന്നാൽ പുത്രൻ്റെ മരണം, യേശുവിൻ്റെ മരണം എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്നാര് വിശ്വസിക്കുന്നുവോ അവന് ദൈവത്തോട് സമാധാന ബന്ധത്തിലായിരിക്കാം. ദൈവത്തോട് അവന് രമ്യതയിൽ കഴിയാൻ കഴിയും. റോമാലേഖനം 5:10 നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. ഇവിടെ എഴുതിയിരിക്കുന്നത് നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ, അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ മരണം കൂടാതെ നമുക്കാർക്കും ഒരു മനുഷ്യനും ദൈവവുമായി രമ്യതപ്പെടാൻ കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ മരണം സകല മാനവകുലത്തിൻ്റെയും പാപപരിഹാരത്തിനാണ് എന്നുള്ളത് മറിയത്തിന് അറിയാമായിരുന്നു. നിശ്ചയമായി അറിയാമായിരുന്നു. കാരണം മറിയം യഹൂദ സ്ത്രീയാണ്. ബാല്യപ്രായം മുതൽ ധാരാളം പാപപരിഹാര ബലികൾ, അതിന് മറിയം സാക്ഷിയാണ്. പഴയ നിയമത്തിലെ മൃഗബലികളെല്ലാം സൂചിപ്പിച്ചിരുന്നത് ഒരു രക്ഷകൻ വരും, ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ സകല മനുഷ്യരുടെയും പാപമോചനത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കും. അതുകൊണ്ട് യഹൂദ സ്ത്രീ ആയിരുന്നതുകൊണ്ട്, പാപപരിഹാര ബലികളിൽ പങ്കെടുത്തിരുന്നതുകൊണ്ട് മറിയത്തിനറിയാം ക്രിസ്തുവിൻ്റെ മരണം പാപമോചനത്തിന് വേണ്ടിയാണ്. മാത്രമല്ല മറിയം യേശുവിനെ പ്രസവിച്ചപ്പോൾ കുറുപ്രാവിനെ മറിയത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ പോകുന്നുണ്ട്. ബലിയെല്ലാം കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. പഴയ നിയമത്തിലെ എല്ലാ ബലികളും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ നിഴലുകളായിരുന്നു. അതുകൊണ്ടാണ് മറിയം പാപികളായ മനുഷ്യവർഗത്തോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് അപേക്ഷിക്കാമെന്ന് പറയാതിരുന്നത്. മറിയത്തിനറിയാം ഞാൻ പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചതുകൊണ്ടൊന്നും പാപികൾക്ക് പാപമോചനം കിട്ടുകയില്ല. പാപികൾക്ക് പാപമോചനം കിട്ടുന്നത് എൻ്റെ അപേക്ഷ വഴിയല്ല, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു കാൽവരി കുരിശിൽ മരിക്കണം. അവിടുത്തെ രക്തത്തിന് മാത്രമേ, ആ ദൈവപുത്രൻ്റെ രക്തത്തിന് മാത്രമേ മാനവകുലത്തിന് പാപമോചനം കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ബൈബിളിൽ എവിടെയും മറിയം ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല. ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കാം. അതുകൊണ്ട് ബൈബിളിൽ എവിടെയും പാപികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഈ സത്യം ഒരു കാലത്ത് എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ അപേക്ഷിച്ചത് പാപിയായി എനിക്ക് വേണ്ടി മറിയമേ തമ്പുരാനോട് അപേക്ഷിക്കണമേ. പക്ഷേ ഇപ്പോൾ സത്യം തിരിച്ചറിഞ്ഞു, ഒരു വ്യക്തിയുടെ അപേക്ഷ കൊണ്ടും പാപിയായി എനിക്ക് പാപമോചനം കിട്ടുകയില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം
അവിടുത്തെ മരണം അതുമാത്രമാണ് എന്നെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തുന്നത് എന്നുള്ള സത്യം. ഈ സത്യം മനസ്സിലാക്കി എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ പറയുന്നത് നമ്മൾ മറിയത്തിന് മുമ്പാകെ വണങ്ങണം, തല കുമ്പിടണം എന്നൊക്കെയാണ്. നമുക്ക് വാസ്തവമായി മറിയത്തിന് മുമ്പാകെ തല കുമ്പിടാൻ കഴിയുമോ? നമുക്ക് വാസ്തവമായി മറിയത്തിൻ്റെ മുമ്പാകെ തല കുമ്പിടാൻ കഴിയില്ല. ഇന്ന് പലരും തല കുമ്പിടുന്നത് ഒരു സ്ത്രീ പ്രതിമയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ചിത്രത്തിൻ്റെ മുന്നിലാണ്. ചില സിനിമകളിൽ നടിമാർ മറിയമായി വേഷം കെട്ടിയിട്ടുണ്ട്. ആ സിനിമാ നടിമാരുടെ ചിത്രങ്ങൾ പിന്നീട് മറിയത്തിൻ്റെ ഓർമ്മയ്ക്കാണ് എന്ന് പറഞ്ഞ് പലരും വണങ്ങുകയും ആ ചിത്രത്തിന് മുമ്പാകെ കുമ്പിടുകയും ചെയ്യാറുണ്ട്. ഇനി ചില മറിയത്തിൻ്റെ പ്രതിമകളും ഫോട്ടോസും സിനിമാ നടിമാരുടെ ചിത്രങ്ങളല്ല, പിന്നെയോ ഓരോ കലാകാരന്മാർ അവരുടെ ഭാവനയിൽ വരച്ചതാണ്. ഇന്ന് നമ്മൾ മാർക്കറ്റിലും തെരുവുകളിലും ഒക്കെ കാണുന്ന ചില കടകളിലും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന മറിയത്തിൻ്റെ പ്രതിമകൾ, സ്വരൂപങ്ങൾ, ഇവ യഥാർത്ഥ മറിയത്തിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ച യേശുവിൻ്റെ യഥാർത്ഥ അമ്മയായ മറിയത്തിൻ്റെ സാദൃശ്യവുമായി യാതൊരു ബന്ധവുമില്ല. കാരണം 2000 വർഷം മുമ്പ് മരിച്ചുപോയ മറിയത്തെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ആരെങ്കിലും ഒരു സ്ത്രീ പ്രതിമയുടെ മുമ്പാകെ വണങ്ങുകയോ തല കുമ്പിടുകയോ ചെയ്യുമ്പോൾ മറിയത്തെയല്ല അവർ വണങ്ങുന്നത്, തല കുമ്പിടുന്നത്. ഒരു സ്ത്രീ പ്രതിമയുടെ മുമ്പാകെയാണ് തല കുമ്പിടുന്നത്, വണങ്ങുന്നത്. അങ്ങനെ ചെയ്യുന്നത് വിഗ്രഹാരാധനയാവില്ലേ? നമ്മൾ മറിയത്തിൻ്റെ ഓർമ്മയ്ക്കാണെന്ന് പറഞ്ഞ് മറിയത്തിൻ്റെ യഥാർത്ഥ രൂപസാദൃശ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഓരോരുത്തരുടെ ഭാവനയിൽ അവർ വരച്ചതും ഉണ്ടാക്കിയതുമായ പ്രതിമകളുടെ മുമ്പാകെ നമ്മൾ തല കുമ്പിടുകയാണെങ്കിൽ അതിനെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. പുറപ്പാട് 20-ാം അധ്യായത്തിൽ 2-ാമത്തെ കൽപ്പനയായി പറയുന്നത് ഒരു സ്വരൂപത്തെ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. അതുകൊണ്ട് നമ്മൾ മറിയത്തിൻ്റേതെന്ന പേരിലോ യേശുവിൻ്റേതെന്ന പേരിലോ നമ്മുടെ ഭാവന അനുസരിച്ച് ഒരു സ്ത്രീ പ്രതിമയോ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ പ്രതിമയോ ഉണ്ടാക്കി അതിനെ വണങ്ങുകയോ അതിൻ്റെ മുമ്പാകെ തല കുമ്പിടുകയോ ചെയ്യുമ്പോൾ നമുക്കതിനെ ന്യായീകരിക്കാൻ ഒത്തിരി ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ വചനപ്രകാരം അത് വിഗ്രഹാരാധനയാണ്. സ്വരൂപത്തെ വണങ്ങുന്നതും സ്വരൂപത്തെ ആരാധിക്കുന്നതും രണ്ടും ഒരുപോലെ ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. 10 കൽപ്പനകളിൽ 2-ാമത്തെ കൽപ്പന പുറപ്പാട് 20-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-ഉം 4-ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. നിയമാവർത്തനം 4-ാം അധ്യായം 15 മുതൽ 18 വരെ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇന്ന് മറിയം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തൻ്റെ പ്രതിമകളെ വണങ്ങുവാൻ നമ്മോട് ആവശ്യപ്പെടുമോ? ഇന്ന് മറിയം ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മോടൊരിക്കലും മറിയത്തിൻ്റെ പ്രതിമകളെ ഉണ്ടാക്കി വണങ്ങുവാൻ ആവശ്യപ്പെടുകയില്ല. കാരണം മറിയം യഹൂദ സ്ത്രീയാണ്. 10 കൽപ്പനകളെക്കുറിച്ച് മറിയത്തിന് വ്യക്തമായി അറിയാം. അബ്രഹാം മരിച്ചുപോയപ്പോൾ അബ്രഹാമിൻ്റെ പ്രതിമ ഇസ്രായേൽ മക്കൾ ഉണ്ടാക്കിയില്ല. മോശ വലിയ പ്രവാചകനാണ്, അബ്രഹാം മരിച്ചുപോയി. ഇവരൊക്കെ മരിച്ചുപോയപ്പോൾ അവരുടെ ഓർമ്മയ്ക്കാണ് എന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെയോ മോശയുടെയോ ഒന്നും പ്രതിമയുണ്ടാക്കി ഇസ്രായേൽ ജനത വണങ്ങിയില്ല. ആ സംസ്കാരം പേറുന്നവളാണ് മറിയ. കാരണം മറിയം ഒരു യഹൂദ സ്ത്രീയാണ്. യഹൂദന്മാർക്ക് ഒരു സ്വരൂപവും ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് നിയമാവർത്തന 4-ാം അധ്യായത്തിൽ പറയുന്നത് ഒരാണിൻ്റെയോ പെണ്ണിൻ്റെയോ പ്രതിമ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ തന്നെ നിങ്ങൾ അശുദ്ധരാക്കരുത്. ആ കൽപ്പന മറിയത്തിന് അറിയാം. അതുകൊണ്ട് ഒരിക്കലും മറിയം
ഇന്ന് ആരെങ്കിലും മറിയത്തിൻ്റെ പ്രതിമകളിൽ നിന്ന് പറയുന്ന ചില സ്ത്രീ വിഗ്രഹങ്ങളെ, സ്ത്രീ പ്രതിമകളെ നമസ്കരിക്കുന്നത് കാണുകയാണെങ്കിൽ ഈ പാപം നിങ്ങൾ ചെയ്യരുതേ എന്ന് നിശ്ചയമായും പറയുമായിരുന്നു. ചിലർ പറയുന്നു മറിയം വാഗ്ദാന പേടകമാണെന്ന്. അതിനെക്കുറിച്ച് ബൈബിൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ബൈബിൾ നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും എത്ര തവണ വായിച്ചാലും മറിയം വാഗ്ദാന പേടകമാണ് എന്ന് പറയുന്നില്ല. അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളിൽ ഒരിക്കലും മറിയം വാഗ്ദാന പേടകമാണ് എന്ന് പറയുന്നില്ല. ഇന്ന് ചിലർ പറയുന്നത് യേശു ക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിലായിരുന്നു, അതുകൊണ്ട് മറിയം വാഗ്ദാന പേടകമാണ്. കാരണം പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതുപോലെ യേശു ക്രിസ്തു മറിയത്തിൻ്റെ ഉള്ളിൽ 9 മാസം വസിച്ചതുകൊണ്ട് മറിയമാണ് വാഗ്ദാന പേടകം. എന്നാൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, ആ രീതിയിലുള്ള വ്യാഖ്യാനത്തിലേക്ക് പോവുകയാണെങ്കിൽ മറിയം മാത്രമല്ല വാഗ്ദാന പേടകം, നമ്മളൊക്കെ വാഗ്ദാന പേടകങ്ങളാണ്. കാരണം കൊളോസ്യ ലേഖനം നമ്മോട് പറയുന്നത് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 നമ്മോട് പറയുന്നത് നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്, കാരണം നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഞാനും പിതാവും അവനിൽ വന്നു വസിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വ്യക്തികളിൽ ക്രിസ്തുവും സ്വർഗീയ പിതാവും വന്നു വസിക്കും. നാം വീണ്ടും ജനിച്ച ദൈവമക്കളാണ് എങ്കിൽ നമ്മളിൽ നേരത്തെ പറഞ്ഞ വാക്യങ്ങളനുസരിച്ച് ക്രിസ്തുവും പരിശുദ്ധാത്മാവും പിതാവായ ദൈവവും വസിക്കുന്നുണ്ട്. മറിയത്തിൽ യേശു ക്രിസ്തു 9 മാസമാണ് വസിച്ചത്. നമ്മളിൽ എത്രയോ വർഷങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നത്. അതുകൊണ്ട് മറിയം വാഗ്ദാന പേടകമാണ് എന്ന് പറഞ്ഞ് മറിയത്തെ ആരാധിക്കുവാൻ ചിലർ തുനിയുന്നത് എത്രയോ ഭോഷത്വമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായ നമ്മളെയും ആരാധിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഉള്ളിലും ആര് വസിക്കുന്നുണ്ട്? കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നുണ്ട്. ഈ സത്യം അറിയാതെയാണ് പലരും മറിയം വാഗ്ദാന പേടകമാണ് എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തെ എല്ലാവർക്കും സ്പർശിക്കാൻ പറ്റില്ല. നിശ്ചയിക്കപ്പെട്ട പുരോഹിതന്മാർക്ക് മാത്രമേ അന്ന് വാഗ്ദാന പേടകത്തെ സ്പർശിക്കാൻ പറ്റൂ. ഒരിക്കൽ ഉസ, അവൻ പുരോഹിതനല്ല, അവൻ ആ വാഗ്ദാന പേടകത്തെ സ്പർശിച്ചപ്പോൾ ഉടനെ തന്നെ ദൈവത്തിൻ്റെ ക്രോധം വന്ന് അവൻ മരിച്ചു. അങ്ങനെയാണെങ്കിൽ മറിയം വാഗ്ദാന പേടകമാണെങ്കിൽ ജോസഫ്, മറിയത്തിൻ്റെ ഭർത്താവ്, എത്രയോ തവണ മരിക്കേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് വചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് മറിയം വാഗ്ദാന പേടകമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കൂട്ടിച്ചേർക്കാൻ പാടില്ല. ആരെങ്കിലും മറിയം വാഗ്ദാന പേടകമാണെന്ന് പറയുമ്പോൾ നാം കണ്ണടച്ച് വിശ്വസിക്കണമോ? ഒരിക്കലും പാടില്ല. കാരണം നമുക്ക് വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. ആകാശവും ഭൂമിയും മാറിയാലും ഇതിലെ വചനങ്ങൾക്ക് മാറ്റമില്ല. അപ്പസ്തോലനായ പൗലോസ് തന്നെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പൗലോസ് പ്രസംഗിച്ചത് അപ്രകാരം തന്നെയാണോ എന്ന് ബെരായയിലുള്ള വിശ്വാസികൾ പരിശോധിച്ചു. അപ്പോൾ മനസ്സിലായി പൗലോസ് പ്രസംഗിച്ചത് വിശുദ്ധ തിരുവെഴുത്തിന് അനുസൃതമാണ്. ഇതുപോലെ ആരെങ്കിലും മറിയം വാഗ്ദാന പേടകമാണ്, അല്ലെങ്കിൽ മറിയം തമ്പുരാൻ്റെയും അമ്മയാണ്, മറിയം സൃഷ്ടാവിൻ്റെ മാതാവാണ്, ലോകത്തിൽ ഇത്തരത്തിലുള്ള പല പ്രസംഗങ്ങളും നമ്മൾ കേൾക്കുന്നതൊക്കെ അതേപടി വിശ്വസിച്ചാൽ നമ്മുടെ ആത്മരക്ഷ നമുക്ക് നഷ്ടമാകും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ തിരുവചനം. ആരെങ്കിലും എന്തെങ്കിലും നൂതന ഉപദേശം കൊണ്ടുവരുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കരുത്, വചനമെടുത്ത് പരിശോധിക്കണം. കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ? മറിയമാണ് വാഗ്ദാന പേടകമെന്ന് 4 സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? പൗലോസിൻ്റെ ലേഖനങ്ങളിൽ എവിടെയെങ്കിലും മറിയം വാഗ്ദാന പേടകമാണ് എഴുതിയിട്ടുണ്ടോ? തിരുവെഴുത്തിൽ കാണാത്തൊരു കാര്യം മറ്റുള്ളവർ ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം നടത്തുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കരുത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. മറിയത്തിന് കൃപ ലഭിച്ചത് കൊണ്ട് ചിലർ പറയുന്നത് മറിയം വഴിയാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ്, യോഗ്യതയില്ലാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ദാനം. മറിയത്തിന് കൃപ ലഭിച്ചു. മറിയത്തോട് ദൂതൻ പറഞ്ഞു, ദൈവകൃപ ലഭിച്ചവളെ, മറിയത്തിന് ദൈവം കൃപ നൽകി. ആർക്കും ദൈവത്തിന് കൃപ നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീത്തോസിൻ്റെ ലേഖനം നമ്മോട് പറയുന്നത് 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇനി മറിയത്തിന് കൃപ ലഭിച്ചു എന്നതുകൊണ്ട് മറിയത്തിന് ആർക്കും ഈ കൃപ പകർന്നു കൊടുക്കാനായി സാധിക്കുകയില്ല. കാരണം കൃപയുടെ ഉറവിടം കർത്താവാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയിൽ നിന്ന് നമുക്ക് കൃപ ലഭിക്കുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:16 അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്.
14-ാം വാക്യത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. കൃപ നിറഞ്ഞവനാണ് യേശു ക്രിസ്തു. മറിയത്തിന് കൃപ ലഭിച്ചു, പക്ഷേ മറിയത്തിന് ആ കൃപ വേറെ ആർക്കും പങ്കുവെച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ യേശു കൃപ നിറഞ്ഞവനാണ്. അതുകൊണ്ട് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നത്, അല്ലാതെ മറിയം വഴിയല്ല ദൈവം നമുക്ക് കൃപ നൽകുന്നത്. ഞാൻ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് ബ്രദറിനോട്. ബ്രദർ എന്തുകൊണ്ടാണ് സ്വരൂപങ്ങളെ വണങ്ങാത്തത്? ഞാൻ എന്തുകൊണ്ടാണ് സ്വരൂപങ്ങളെ വണങ്ങാത്തത്, പ്രണമിക്കാത്തത്, അവയ്ക്ക് മുമ്പാകെ തല കുമ്പിടാത്തത്? അതാണല്ലോ ബ്രദർ ചോദിച്ചത്. ഉത്തരം പറയാം. അനേക കാരണങ്ങളുണ്ട്. ഒന്നാമതായി 10 കൽപ്പനകളിൽ 2-ാമത്തെ കൽപ്പന, ഒരു സ്വരൂപത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്, അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ സ്വരൂപത്തെ വണങ്ങുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരുവനായി ഞാൻ തീരും. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് വിഗ്രഹാരാധി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് ഞാൻ സ്വരൂപത്തെ വണങ്ങുകയോ അതിനു മുമ്പാകെ തല കുമ്പിടുകയോ ചെയ്യാതിരിക്കുന്നത് ഞാൻ വല്ലാത്ത വിശുദ്ധനായതുകൊണ്ടൊന്നുമല്ല, എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. കാരണം വിഗ്രഹാരാധി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ എന്തുകൊണ്ട് സ്വരൂപങ്ങളെയും പ്രതിമകളെയും വണങ്ങുന്നില്ല? ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് പഠിപ്പിക്കുന്നവനാണ്. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്വരൂപങ്ങളെ വണങ്ങരുത്, പ്രതിമകളെ നിർമ്മിക്കരുത്, അതിനെ ആരാധിക്കരുത് ശക്തമായ താക്കീത് പഴയ നിയമവും പുതിയ നിയമവും. അങ്ങനെ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഞാൻ തന്നെ സ്വരൂപത്തെ വണങ്ങിയാൽ ഞാൻ എത്രമാത്രം മഹാപാതകമാണ് ചെയ്യുക. വചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി തന്നെ സ്വരൂപത്തെ വണങ്ങുന്ന ഒരുവനായാൽ അവൻ മുഖാന്തരം എത്രയോ പേർ സ്വരൂപ വണങ്ങികളാകും. എത്രയോ പേർ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവൻ ആകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന എനിക്ക് ഒരിക്കലും എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും സ്വരൂപത്തെ വണങ്ങാൻ പാടില്ല. റോമാലേഖനം 2-ാം അധ്യായം 18 മുതൽ വായിക്കുന്നു. നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനും ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ? അതാണ് ഇന്ന് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വിഗ്രഹാരാധന പാപമാണെന്ന് പറയുകയും മറുഭാഗത്ത് സ്വരൂപങ്ങളും പ്രതിമകളും വെച്ച് പണം വാരിക്കോരി കൂട്ടുന്നു. മാല ചാർത്തലും എന്തെല്ലാം അതിനു മുമ്പാകെ നടത്തണമോ അതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, വിഗ്രഹാരാധന പാപമാണ്, വിഗ്രഹാരാധന നിഷിദ്ധമാണ് എന്ന് പറയുന്നവർ തന്നെ വിഗ്രഹങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യമാണ് പറയുന്നത്, എത്രമാത്രം നേർച്ചപ്പെട്ടികൾ അവയ്ക്ക് മുമ്പാകെ വെച്ച് പണം വാരിക്കോരി കൂട്ടുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഞാൻ ഒരു കാരണവശാലും ഒരു പ്രതിമയുടെയും, അത് യേശുവിൻ്റെ പ്രതിമയാകട്ടെ മറിയത്തിൻ്റെ പ്രതിമയാകട്ടെ, ഇതൊന്നും യേശുവിൻ്റെയോ മറിയത്തിൻ്റെയോ പ്രതിമകളല്ല, ഓരോരുത്തരും ഓരോ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും രൂപത്തിലും ഭാവത്തിലും കൊത്തിവെച്ച പ്രതിമകളാണ്. അതിനൊരിക്കലും ഞാൻ വണങ്ങാൻ പാടില്ല. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെയും ഒരു ചിത്രത്തെയോ ഒരു പ്രതിമയെയോ വണങ്ങിയിട്ടില്ല. അതൊരു വലിയ ദൈവകൃപയാണ്. ഒരു പ്രതിമയുടെയും മുമ്പാകെ എൻ്റെ തല ഞാൻ കുനിച്ചിട്ടില്ല. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചിലർ വിശ്വസിക്കുന്നത് അവർ താമസിക്കുന്ന വീട്ടിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രതിമയോ വിഗ്രഹത്തെയോ വെച്ചാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. അത് ശരിയാണോ? നമുക്ക് ബോധിച്ച പോലെ ചില കാര്യങ്ങൾ ചെയ്താൽ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിച്ചാൽ മാത്രമാണ് യേശു നമ്മെ അനുഗ്രഹിക്കുക. 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പനയായി പറഞ്ഞിരിക്കുന്നത് ഒരു സ്വരൂപത്തെ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രതിമകൾ വെച്ചാൽ ആ വീട് എങ്ങനെയാണ് യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുക? ഇന്ന് പലരും ദൈവത്തിൻ്റെ വചനത്തിൽ വിശുദ്ധ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആ കാര്യം മനസ്സിലാക്കാതെ കർത്താവായ യേശുക്രിസ്തുവിന് പ്രകോപനം വരുത്തുന്ന പല കാര്യങ്ങളും ചെയ്ത് ഭവനത്തിനുള്ളിൽ പ്രതിമകൾ വയ്ക്കുന്ന കാര്യം മാത്രമല്ല, മറ്റു പല വിഷയങ്ങളിലും എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥ ദൈവിക അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് വചനത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോഴാണ്. വചനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ പോകാൻ തുടങ്ങിയാൽ ഈ ലോകത്തിൻ്റെ പാതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. 2 വഴികളെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നാശത്തിൻ്റെ വിശാലമായ വഴി, അതിലൂടെ അനേകർ പോകുന്നുണ്ട്. അവിടെ എന്തും ചെയ്യാം, പ്രതിമകളെ ആരാധിക്കുകയോ വണങ്ങുകയോ വണങ്ങാതിരിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. കാരണം വിശാലമായ വഴിയാണ്, അതിലൂടെ അനേകർ പോകുന്നുണ്ട്. മറ്റൊരു വഴി ഇടുങ്ങിയ വഴി, ജീവനിലേക്കുള്ള വഴി. ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ നമുക്കൊരിക്കലും പിന്നെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇന്ന് പലരുടെയും ധാരണ ലോകത്തോട് അനുരൂപമായി ജീവിച്ചാൽ ലോകത്തിൽ കാണുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോകത്തിൻ്റേതായ പല സമ്പ്രദായങ്ങളും ഇതൊക്കെ അങ്ങ് സ്വീകരിച്ചാൽ ദൈവം ഞങ്ങളിൽ പ്രസാദിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഒരിക്കലും കിട്ടുകയില്ല. ലോകത്തെയും അതിലെ വസ്തുക്കളെയും സ്നേഹിക്കരുത് എന്നാണ് പ്രമാണം. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. പലരും പറയാറുണ്ട്, നാടോടുമ്പോൾ നടുവിലൂടെ ഓടണം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം നമ്മോട് പറയുന്നത് ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഇന്ന് പലരും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും നോക്കിയല്ല, അടുത്ത വീട്ടുകാരെന്താ ചെയ്യുന്നത് അത് തന്നെ നമുക്കും ചെയ്യാം. അങ്ങനെ മുന്നോട്ട് പോയാൽ ലോകത്തിൻ്റെ ഒഴുക്കിൽ നമ്മൾ പെട്ടുപോകും. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 8-ാം അധ്യായം 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതാ അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെ ആയിരുന്നു അത്. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, വടക്കു ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഞാൻ വടക്കു ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അതാ ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്ക് വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ? എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും. അവിടുന്ന് എന്നെ അങ്കണത്തിൻ്റെ വാതിൽക്കലേക്ക് കൊണ്ടുവന്നു. ഞാൻ നോക്കി, അതാ ഭിത്തിയിൽ ഒരു ദ്വാരം. അവിടുന്ന് എന്നോട് കൽപ്പിച്ചു, മനുഷ്യപുത്ര, ഭിത്തി തുരക്കുക. ഞാൻ ഭിത്തി തുരന്നു. അതാ ഒരു വാതിൽ. അവിടുന്ന് തുടർന്നു, അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ലേച്ഛതകൾ കാണുക. ഞാൻ അകത്ത് കടന്നു നോക്കി. അതാ എല്ലാത്തരം ഇഴജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ 70 ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാൻ്റെ മകനായ യാസാനിയായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു. സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു,
മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നുണ്ടോ? അവർ പറയുന്നു, കർത്താവ് ഞങ്ങളെ കാണുന്നില്ല. കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഇതിലും ഗുരുതരമായ മ്ലേച്ഛതകൾ അവർ ചെയ്യുന്നത് നീ കാണും. അവിടുന്ന് എന്നെ ദേവാലയത്തിൻ്റെ വടക്കേ വാതിലിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അതാ അവിടെ തമ്മൂസിനെക്കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടില്ലേ? ഇവയേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ കാണും. ദേവാലയത്തിൻ്റെ അകത്തളത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ പൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ 25ഓളം പേർ ദേവാലയത്തിന് പുറം തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, മനുഷ്യപുത്ര, നീ കണ്ടില്ലേ? യൂദാഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകൾ നിസ്സാരങ്ങളോ? എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എൻ്റെ മുമ്പിലിരുന്നു. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുൻപിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? ആകയാൽ നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും. വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്നകന്നു പോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത്. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. വിഗ്രഹങ്ങളെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കളെ കൺമുമ്പിൽ തന്നെ വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്നകലുന്ന ഏതൊരുവനും, അവൻ ഇസ്രായേൽ ഭവനാംഗമോ ഇസ്രായേലിൽ പാർക്കുന്ന പരദേശിയോ ആയാലും, ഒരു പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ ഹിതം ആരാഞ്ഞാൽ കർത്താവായ ഞാൻ തന്നെ അവന് മറുപടി കൊടുക്കും. ഞാൻ അവനെതിരെ മുഖം തിരിച്ച് അവനെ അടയാളവും പഴമൊഴിയും ആക്കും. എൻ്റെ ജനത്തിനിടയിൽ നിന്ന് അവനെ ഞാൻ വിച്ഛേദിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളിലാരും അശുദ്ധമാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്നാൽ അവർ എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആരും തങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന മ്ലേച്ഛ വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല. ഈജിപ്തിലെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല. ഈജിപ്തിൽ വെച്ചു തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും എൻ്റെ കോപം അവരിൽ പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു. Lord, you're holy.